2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. ഏറ്റവും വലിയ അട്ടിമറി പ്രവചിക്കപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദീദിയുടെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി BJP അധികാരത്തിലേറുമെന്നാണ് മിക്ക സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും തമിഴ്നാട്ടിൽ DMK കുതിപ്പ് തുടരുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. മമതയുടെ കോട്ട തകരുമോ അതോ എക്സിറ്റ് പോളുകൾ പതിവ് പോലെ എട്ടുനിലയിൽ പൊട്ടുമോ? എന്തായാലും നമുക്ക് കണക്കുകളിലേക്ക് കടക്കാം. 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ 294 സീറ്റുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ കാര്യങ്ങൾ ശരിക്കും മാറി മറിയുകയാണ്. മാട്രിസ്, PMark, പ്രജാപോൾ തുടങ്ങിയ മിക്ക സർവേകളും BJPക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം പ്രവചിക്കുന്നു. പ്രജാപോൾ BJPക്ക് 178 മുതൽ 208 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ പോൾ ഓഫ് പോൾസ് കണക്കുകൾ പ്രകാരം BJP 141 മുതൽ 164 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് 122 മുതൽ 142 സീറ്റുകൾ നേടുമെന്നും. എന്നാൽ പീപ്പിൾസ് പൾസ്, ജൻമത് എന്നീ 2 ഏജൻസികൾ മാത്രമാണ് തൃണമൂലിന് വലിയ വിജയം പ്രവചിക്കുന്നത്. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ ആകെയുള്ള സീറ്റുകൾ 140 എണ്ണമാണ് എന്ന് നമുക്കറിയാമല്ലോ. കേരളം അതിന്റെ പഴയ ശീലത്തിലേക്ക് മടങ്ങുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 വർഷത്തെ ഇടതു ഭരണത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മികച്ച വിജയത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ UDFന് 78 മുതൽ 90 സീറ്റുകളും പീപ്പിൾസ് പൾസ് 75 മുതൽ 85 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. LDF 49 മുതൽ 65 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും NDA പരമാവധി 3 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നും ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കിയാലോ, അവിടെ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 234 തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ DMK സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. പീപ്പിൾസ് പൾസ് DMKക്ക് 125 മുതൽ 145 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നടൻ വിജയുടെ TVക്ക് 10 20 സീറ്റുകൾ നേടി വരവറിയിച്ചേക്കാം. ADMKക്ക് വൻ തിരിച്ചടിയാണ് ഫലങ്ങൾ നൽകുന്നത്. ആസമും പുതുച്ചേരിയും നോക്കിയാൽ ആസമിലെ 126 സീറ്റുകളിൽ BJP സഖ്യം 88 മുതൽ 100 വരെ സീറ്റുകൾ നേടി വൻ വിജയം ആവർത്തിക്കും. 30 സീറ്റുകളുള്ള പുതുച്ചേരിയിലും NDA സഖ്യം തന്നെ അധികാരത്തിൽ തിരിച്ചെത്തും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ വാഗ്വാദങ്ങളൊക്കെയാണ് നടക്കുന്നത്. ബംഗാളിലെ ഫലങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പാടെ തള്ളിക്കളഞ്ഞു. 2021 എക്സിറ്റ് പോളുകൾ BJPക്കും തൃണമൂലിനും തുല്യ സാധ്യതയാണ് പ്രവചിച്ചതെന്നും എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ 215 സീറ്റുകൾ നേടി തൂത്തുവാരിയെന്നും TMC നേതാവ് ഡെറിക് ഒബ്രിയാൻ ഓർമ്മിപ്പിച്ചു. ബംഗാളിൽ എന്ന് തെരഞ്ഞെടുപ്പ് നടന്നാലും ഫലം ക്ലോസ് കോൺടെസ്റ്റ് ആകില്ല എന്നും അത് എക്കാലത്തും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമാണെന്നും സാങ്കേത് ഗോഖലെയും പ്രതികരിച്ചു. മെയ് 4 തൃണമൂൽ തന്നെ വീണ്ടും സർക്കാർ ഉണ്ടാക്കുമെന്നും അവർ തറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ബംഗാളിലെ ജനങ്ങൾ ഭയമില്ലാതെ വോട്ട് ചെയ്തുവെന്നും BJP ഉറപ്പായും അധികാരത്തിൽ വരുമെന്നുമാണ് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയുടെ പ്രതികരണം. തമിഴ്നാട്ടിൽ DMK 180-ലധികം സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റാണെന്നും തങ്ങൾ അധികാരത്തിൽ വരുമെന്നും ADMKയും പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ നിർണായകം തന്നെയാണ്. ബംഗാളിൽ മമതാ ബാനർജിക്ക് അടിതെറ്റിയാൽ അത് പ്രതിപക്ഷ നിരയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷീണമുണ്ടാക്കും. ഒപ്പം കിഴക്കൻ ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി അത് മാറുകയും ചെയ്യും. അതുപോലെ കേരളത്തിൽ UDFന്റെ തിരിച്ചുവരവ് കോൺഗ്രസിന് നൽകുന്ന ജീവവായു ഒട്ടും തന്നെ ചെറുതുമല്ല. തമിഴ്നാട്ടിലെ DMKയുടെ പ്രകടനവും വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും എന്ത് ചലനം ഉണ്ടാക്കി എന്നതും വരും നാളുകളിലെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, എക്സിറ്റ് പോളുകൾ കേവലം പ്രവചനങ്ങൾ മാത്രമാണ്, അന്തിമ ഫലമല്ല. വോട്ടിംഗ് യന്ത്രങ്ങളിലെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരാൻ മെയ് 4 വരെ കാത്തിരുന്നേ മതിയാകും. നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ ശരിയാകുമോ അതോ വോട്ടർമാർ എല്ലാവരെയും ഞെട്ടിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.